നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൗണ്ട് കുറയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വെരിക്കോസിൽ എന്ന്. വെരിക്കോസിൽ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? വെരിക്കോസിൽ എന്ന് പറയുന്നത് വൃഷണഭാഗത്ത് അതിന് ചുറ്റുമുള്ള ഞരമ്പ്, അതായത് വെയിൻസ് പടച്ച് കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നുള്ള സ്പേം പ്രൊഡക്ഷൻ കുറയുന്നു. അങ്ങനെയാണ് വെരിക്കോസിൽ ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്. ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് സെമൻ അനാലിസിസ് ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ വെരിക്കോസിലുണ്ടോ എന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുന്നത് അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാൻ എന്ന് പറയും. വൃഷണത്തിന് ഡോപ്ലർ സ്കാൻ ചെയ്ത് നോക്കിയാലാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഗ്രേഡിംഗ് ഉണ്ട്. ഗ്രേഡ് 1 and 2 ആണെങ്കിൽ വെരിക്കോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് സർജിക്കൽ ഒരു ഇന്റർവെൻഷന്റെ ആവശ്യം ഇല്ല. മരുന്നുകൾ ആന്റി ഓക്സിഡൻസ് നമ്മൾ 3 മാസം കൊടുത്തു നോക്കുന്നു. 3 മാസം കഴിഞ്ഞതിന് ശേഷം കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇനി ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് അതിനൊപ്പം തന്നെ കൗണ്ടും കുറവാണെങ്കിൽ പേഷ്യൻറ്റിനോട് നമ്മൾ മൈക്രോസ്കോപ്പിക് വെരിക്കോസിലെക്ടമി എന്ന് പറഞ്ഞ സർജറിയിലൂടെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഇത് ചെയ്തതിന് ശേഷം ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്, ഡിസ്ചാർജ് ചെയ്യാവുന്ന പ്രൊസീജിയറാണ്. ഇത് കഴിഞ്ഞ ശേഷം 3 മാസം കഴിഞ്ഞ ശേഷം സെമൻ സാമ്പിൾ നമ്മൾ വീണ്ടും പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റും.